താൻ ഉയർത്തിയ ആരോപണം താൻ തന്നെ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. വി ശിവൻകുട്ടി ഉയർത്തിവിട്ട വിവാദം അത് എല്ലാ തലങ്ങളും കടന്ന് ഒരു സൈബർ ആക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഏതാണ് ആ നടി എന്ന അന്വേഷണം ഒരു വശത്ത് സൈബർ ഇടങ്ങളിൽ നടക്കുന്നു. കലോത്സവത്തിലൂടെ ഉയർന്നു വന്ന എല്ലാ നടിമാർക്ക് നേരെയും ചോദ്യമുയർത്തുന്ന രീതിയിലാണ് ഈ ആരോപണം ഉയർന്നത്. പേര് പറയാതെയുള്ള ആരോപണം അത് വലിയ പ്രശ്നം സൃഷ്ടിച്ചു എന്ന് മന്ത്രിക്ക് തന്നെ ബോധ്യമായതിനു ശേഷമുള്ള ഒരു പ്രതികരണമാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആ പരിപാടിയെക്കുറിച്ചും ആ പരിപാടിയിൽ താൻ പറയാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ശേഷം പ്രസ്താവന പിൻവലിക്കുകയാണ് എന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ, ഇപ്പോൾ മന്ത്രിക്ക് പിഴവ് പറ്റിയെന്ന ബോധ്യത്തിൽ ആ പ്രസ്താവന പിൻവലിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, അത് തന്നെയാണ്. കാരണം മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തി എന്നതിന് ശേഷം തന്നെ ഇത് വലിയ രീതിയിൽ വിവാദമാകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ന്യായീകരിച്ചും ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞതിനെ ന്യായീകരിച്ചും എന്നാൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ നടിമാരെ പല വിധേന സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകിയിരുന്നു. അത്തരത്തിൽ ഒരു വിവാദം പുകയുന്ന വിവാദത്തെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ വാക്കുകൾ മാറിയിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഏതായാലും ഈ വിഷയം ചോദിച്ച ഉടനെ തന്നെ ഇന്ന് കലോത്സവ ലോഗോ പ്രകാശനവുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റാണ് വിളിച്ചിരുന്നത്. ഈ വിഷയം ചോദിച്ചപ്പോൾ തന്നെ കാര്യം പറഞ്ഞത് വെഞ്ഞാറമൂടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു, ആ 5 ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. താൻ വെഞ്ഞാറമൂട് പറഞ്ഞ കാര്യം ഈ പ്രസ്താവന പിൻവലിക്കുന്നു എന്നതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പിഴവ് സംഭവിച്ചിരിക്കുന്നു, ഇത് വലിയ വിവാദമാകാൻ പോകുന്നു എന്നത് മന്ത്രി തന്നെ മനസ്സിലാക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഇതിന്മേലൊരു ചർച്ച ചെയ്തുകൊണ്ട് കലോത്സവത്തിന്റെ പൊലിമ അത് കളയേണ്ടതില്ല എന്ന് മന്ത്രി തന്നെ കരുതുന്നു എന്നതാണ്. മറ്റൊരു കാര്യം കൂടി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു സുനിഷ. ഇപ്പോൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനത്തിലേക്ക് വരുന്നേയുള്ളൂ. കലോത്സവ സമയത്ത് വിവാദങ്ങൾ പല രൂപത്തിലുണ്ടാകാറുണ്ടല്ലോ. 2 വർഷം മുമ്പുണ്ടായ വിവാദം അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു. അതൊക്കെ മന്ത്രി ഓർമ്മിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്, എഴുതാനും പറയാനും വിവരിക്കാനും ഒക്കെയുള്ള സമയം വേറെ കിടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം അതിനു മുൻപേ ഒരു വിവാദം വേണ്ട എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സുനിഷ. അതെ സ്മൃതി, നേരത്തെയും നമുക്കറിയാം കലോത്സവം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ വർഷമൊക്കെ ഏത് തരത്തിലാണ് വിവാദങ്ങൾ പോയത് എന്നത് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കും മന്ത്രി ഒരുപക്ഷെ കലോത്സവത്തിന് ശേഷം അത് ഈ പറയുന്നത് പോലെ കലോത്സവത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ തവണയും ഒക്കെ ഉണ്ടായ വിവാദം അത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പല വിധേനയും പല രീതിയിലും ഉണ്ടാകാറുള്ളതാണ്. ഏതായാലും അത്തരത്തിലേക്ക് ഇനി ഈ കലോത്സവം തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ ഒരു വിവാദം വേണ്ട എന്നുള്ളത് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളും കരുതുന്നത്. കാരണം മന്ത്രി പറഞ്ഞപ്പോഴും പറയുന്നത് അതാണ്, നേരത്തെയും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരമൊരു വിവാദം സൃഷ്ടിക്കേണ്ടതില്ല. അത് കുട്ടികൾക്ക്, ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന പിൻവലിക്കുന്നു എന്നുള്ളതാണ്. ഈ ജനുവരി 4-ാം തീയതിയാണ് കലോത്സവം തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഏതൊക്കെ രീതിയിലാണ്, നമുക്ക് നല്ല രീതിയിൽ പോകട്ടെ എന്ന് കരുതാം, എങ്കിൽ പോലും ഏതൊക്കെ രീതിയിലാണ് കലോത്സവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചയാവുക, വിവാദങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും മന്ത്രി പറഞ്ഞത് പ്രകാരം കലോത്സവത്തിന് തൊട്ട് മുമ്പ്, ഏതായാലും ജനുവരി 4-നാണ് കലോത്സവം തുടങ്ങുന്നത്, അതിനു മുമ്പ് ഇനി ഇത്തരത്തിലൊരു വിവാദമോ ചർച്ചയോ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഈ വിഷയം ഇനി ചർച്ചയാവാതിരിക്കാനും വിവാദമാകാതിരിക്കാനും മന്ത്രി തന്നെ പറഞ്ഞത് ശരിയല്ല, അത് പിൻവലിക്കുന്നു എന്ന കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. സ്മൃതി, ശരി, പ്രസ്താവന താൻ പിൻവലിക്കുന്നു, അത് ഉദ്ദേശത്തിനപ്പുറത്തേക്ക് കടന്നു, അതിൻ്റെ വ്യാഖ്യാനം, അതിന്മേലുള്ള ചർച്ച എന്നുള്ളത് മന്ത്രിക്ക് കൂടി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മന്ത്രി ആരൊക്കെയോ ബോധ്യപ്പെടുത്തിയ പശ്ചാത്തലത്തിലാകണം അങ്ങനെ ഒരു പിൻവാങ്ങൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. പക്ഷേ